പറ്റില്ല. കേട്ടപ്പോൾ നമുക്കും വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ. മാർച്ച് 10-ാം തീയതി ആനയോട്ടം കഴിഞ്ഞ് 4 മണി 4:30 ഉള്ളിൽ മാത്രം സംഭവിച്ചത്. അത്ര പല യൂട്യൂബ് ചാനലൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണിത്. കൃഷ്ണൻ അവിടെ വന്നു, ആനയ്ക്ക് താമരപ്പൂ കൊടുത്തു പോയി. അന്ന് കൃഷ്ണൻ്റെ വിഗ്രഹം ഓരോ ദിവസം ഓരോ ചാർത്തലാണല്ലോ കൃഷ്ണനെ, ഓരോ തരത്തിലാണല്ലോ ചാർത്തണത്. അന്ന് താമരപ്പൂവിൽ കൃഷ്ണൻ നിൽക്കുന്ന വിഗ്രഹമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് തിരുമേനി അങ്ങനെയാണ് കൃഷ്ണനെ അണിയിച്ചൊരുക്കിയത്. അന്നത്തെ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ഗുരുവായൂർ. അത് കേട്ട് എല്ലാവർക്കും എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. അത്രയും വലിയൊരു അതിശയമാണല്ലോ അന്ന് നടന്നത്. ആന ജയിച്ച ആനേനെ കാണാൻ വേണ്ടി കൃഷ്ണൻ വന്ന മാതിരിയാണ് അവിടെ ഉണ്ടായത് സംഭവിച്ചത്. പിന്നെ ആ കുട്ടീനെ കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. അത് ഉണ്ണിക്കണ്ണനായിരുന്നു, വേറെ ആരുമല്ല, നമ്മുടെ ഉണ്ണിക്കണ്ണൻ വന്നതാണ്. അങ്ങനെ തന്നെയാണ് കൃഷ്ണൻ ഓരോരുത്തരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടുക. ആർക്കും അറിയില്ല ഏത് സമയത്താണ് എപ്പോഴാണെന്ന് അറിയില്ല. നമ്മുടെ എല്ലാവരുടെ മുന്നിൽ കൃഷ്ണൻ വരും ഒരു ദിവസം. വരാതിരിക്കില്ല, തീർച്ചയായിട്ടും വരും. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ നാരായണ, ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. കൃഷ്ണൻ വരും, കൃഷ്ണൻ വരും. നമ്മൾ ഒത്തിരി വേദനയ്ക്ക് കാണാൻ കൃഷ്ണനാവില്ല. കൃഷ്ണൻ തീർച്ചയായിട്ടും വരും. ഓക്കെ. ഗുരുവായൂർ കഞ്ഞി കൊടുക്കാനുള്ള മത്തങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചേക്കണ് ഗുരുവായൂർ അമ്പലത്തിൽ. നാളെ കാലത്തേക്കുള്ളതാണ്. മത്തങ്ങ മൂരിക്കറിക്കുള്ള മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്ക കണ്ടില്ലേ, ചക്ക കൂട്ടി നാളെ കഞ്ഞിക്ക് പുഴുക്കനുള്ള ചക്ക കൂട്ടിയിട്ടുണ്ട്. മത്തങ്ങയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അമ്മയാണ് മത്തങ്ങ മുറിക്കാനൊക്കെ കൂടുന്നത്. മുറിക്കുകയൊക്കെ ചെയ്തു. ക്ഷീണിച്ചിരിക്കുകയാണ്. മത്തങ്ങയൊക്കെ മുറിച്ചിട്ടുണ്ട് എല്ലാവരും. ഇവരൊക്കെ മത്തങ്ങ ദിവസം വന്ന് കട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട്. 10 ദിവസം ഇവിടെ ഇരുന്ന് മത്തങ്ങ വെജിറ്റബിളൊക്കെ മുറിക്കുക, മാങ്ങയൊക്കെ മുറിക്കുകയാണ് അവരുടെ ജോലി. അരിയാണ് കിടക്കുന്നത് ഇതെല്ലാം കഞ്ഞി വെക്കാനുണ്ടായി. എവിടുന്നാ വന്നിട്ടുള്ളത്? എവിടുന്നാ വന്നിട്ടുള്ളത്? കോട്ടയ്ക്കൽ. വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ്. എല്ലാ കൊല്ലം വരാറുണ്ട്. ആ ശരി ശരി, നല്ലതല്ലേ, സന്തോഷമല്ലേ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. എത്ര ദിവസമായി വന്നിട്ടിപ്പോൾ? കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എപ്പോഴും എല്ലാവരും. അനുഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ വരാൻ സാധിക്കുന്നത്. ഓക്കെ. കഞ്ഞിയെല്ലാം കുടിച്ചില്ലേ? ശരി ശരി. ഇവിടെ തന്നെയാണ്. ഒന്നുമില്ല, ഹൗസ് വൈഫാണ്. ശരി, ഓക്കെ, താങ്ക് യു. ഉണ്ട്. അമ്മയ്ക്ക് മക്കളുണ്ടോ?